ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കടുവയെ മയക്കുവെടിവെക്കാൻ ശ്രമം തുടങ്ങി. വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവ അരണക്കല്ലിലെ ലയത്തിന് സമീപം. കുറ്റിക്കാട്ടിൽ കിടക്കുന്ന കടുവയെ ലൊക്കേറ്റ് ചെയ്തു. വെറ്ററിനറി ഡോക്ടർ അനുരാജും സംഘവും കടുവയുടെ സമീപത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് ചേരുന്നുണ്ട്. രതീഷ്, ദിവസങ്ങൾ നീണ്ട ഒരു അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്ന വിവരം ലഭ്യമായിരിക്കുന്നത്. എങ്ങനെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ജീന, കഴിഞ്ഞ ദിവസം അപ്രത്യക്ഷനായ കടുവ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അരണക്കല്ല് ലയത്തിന് സമീപം എത്തിയത്. ഈ ലയത്തിന് സമീപം തൊഴിലാളികളുടെ പശുവിനെയും നായയെയും ഉൾപ്പെടെ കടുവ കൊന്നു ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതർ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. അതായത് ദൗത്യ സംഘത്തിന് നിയോഗിക്കപ്പെട്ട തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ കരുതിയ വനപാലക സംഘമാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. ഈ പ്രദേശത്ത് നിലവിലെ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് വനപാലകരെ മയക്കുവെടി വയ്ക്കാനുള്ള പ്രത്യേക സംഘം കടുവയുടെ 20 മീറ്റർ സമീപമാണ് നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ സമീപത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഈ കടുവ കിടക്കുന്ന നിലയിലാണ്. സൗകര്യപ്രദമായ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മയക്കുവെടി വെക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വനപാലകർ പറഞ്ഞിരിക്കുന്നത്. കാരണം കടുവ കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞത് പൂർണ്ണമായും പൊന്തക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്തായതിനാൽ ഇവിടെ നിന്നും കടുവ പുറത്തേക്ക് ഏത് സാഹചര്യത്തിൽ വരുമെന്നുള്ള ഒരു സംശയമുണ്ട്. അതിനാൽ ഈ പ്രദേശം പൂർണ്ണമായിട്ടും വനപാലകർ വളഞ്ഞിരിക്കുകയാണ്. ഏത് നിമിഷവും കടുവയെ വെടിവെക്കുമെന്നുള്ള ഒരു തയ്യാറെടുപ്പാണ് വനപാലകർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശവാസികളുടെ വീടുകളിൽ നിന്നും ലയങ്ങളിൽ നിന്നും മറ്റും പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കടുവയെ പിടികൂടുന്നതിന് മുന്നോടിയായിട്ട് വണ്ടിപ്പെരിയാർ സത്രം റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി കഴിഞ്ഞു. കാരണം കടുവയെ ഏത് സമയവും പിടികൂടാനുള്ള ഒരു ഒരുക്കത്തിലാണ് നിലവിൽ വനപാലകർ. ഈ പിടികൂടി കഴിഞ്ഞാൽ ഈ കടുവയെ തേക്കടിക്ക് കൊണ്ടുപോകും. തേക്കടി പെരിയാർ ടൈഗർ റിസർവിനോടനുബന്ധിച്ചുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി ചികിത്സ നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിനായുള്ള വാഹനം ഉൾപ്പെടെയുള്ളവ തയ്യാറാണ്. എന്തായാലും പ്രദേശത്ത് വനപാലകർ ശക്തമായ തിരച്ചിലാണ് നടത്തുന്നത്. ഈ പ്രദേശത്തുള്ള അല്പം മൂടൽ മഞ്ഞ് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ കടുവയെ പിടികൂടും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് വനപാലകർ. കാരണം കടുവ ഈ ഭാഗത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വനപാലകർ പറയുന്നു. കാരണം കടുവയ്ക്ക് സ്വാഭാവികമായി വനത്തിൽ പോയി തീറ്റ തേടാനുള്ള ഒരു സാഹചര്യം കുറവുണ്ട്. കാരണം കാലിന് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായി ഈ വളർത്തുമൃഗങ്ങളെ പിടികൂടാനായിട്ട് ജനങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് വനപാലകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിക്ക് അല്പം ഗുരുതരമായതിനാൽ ഈ കടുവ ഈ പ്രദേശത്ത് നിന്ന് മാറുകയില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് വനപാലകർ. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ആദ്യ ശ്രമം നടത്തുമെന്നാണ് വനപാലകർ നിലവിൽ സൂചിപ്പിക്കുന്നത്. ജീന, ശരി, കടുവയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.